പറ. ഹായ്. നമ്മൾ ഇന്ന് രാവിലെ തന്നെ പോയി ആ ഫ്ലോ അങ്ങ് പോയി. നല്ല തകർപ്പനൊരു ഇൻട്രൊഡക്ഷൻ പറയാൻ വേണ്ടി രാവിലെ തൊട്ടേ ഉണ്ട് ഞങ്ങളിന്ന് പോകുന്ന സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാലും പറയാൻ നേരത്തെ എനിക്ക് നാക്കുളുക്കും. എന്തൊരു കഷ്ടമാണല്ലേ. അപ്പോൾ ഞങ്ങളിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളി അഥവാ തിരുച്ചിയിലെ ശ്രീരംഗം എന്ന സ്ഥലത്തുള്ള ശ്രീ രംഗനാഥ സ്വാമി ടെമ്പിളിലേക്കാണ്. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു വിഷ്ണു ക്ഷേത്രമാണിത്. ഭൂലോക വൈകുണ്ഠം എന്നാണ് ഇത് അറിയപ്പെടുന്നത് തന്നെ. അജുവേട്ടന് ഇതിനു മുന്നേ ഒരിക്കൽ അവിടെ പോയിട്ടുണ്ട്. ഞാനും കുഞ്ഞും ആദ്യമായിട്ടാണ്. രാവിലെ ഒരുപാട് നേരത്തെ എഴുന്നേപ്പിച്ചെങ്കിലും കുഞ്ഞു ഇപ്പോഴും നല്ല ആക്റ്റീവായിട്ട് തന്നെ ഉണ്ട്. എവിടെ പോന്ന്? അമ്മാച്ചിനെ കാണാനാ? കുഞ്ഞിന്റെ പൂച്ചനെ കാണിച്ചു കൊടുത്തേ. പൂച്ച കുഞ്ഞി ബോബോ മുട്ടേ ബോബോനെ കണ്ടിനാ? ബോബോ കുറെ നേരം കളിച്ചിട്ട് കുഞ്ഞു ഉറക്കായി. ഞാൻ കുറച്ചു നേരം ഫ്രീയുമായി. നമ്മുടെ അമ്പലത്തിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞില്ലല്ലോ. ഏഷ്യയിലെ ഏറ്റവും വലിയ അമ്പലമായിട്ടും ലോകത്തിലെ തന്നെ നിത്യപൂജ നടക്കുന്നതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ അമ്പലമായിട്ടും യുനെസ്കോ അംഗീകരിച്ചിട്ടുള്ളതാണ് ശ്രീരംഗനാഥസ്വാമി ടെമ്പിൾ. അതിൽ നമുക്ക് ഇന്ത്യക്കാർക്ക് അഭിമാനിക്കാം അല്ലേ. ഈ അമ്പലം സ്ഥിതി ചെയ്യുന്ന ശ്രീരംഗം എന്ന സ്ഥലം ഒരു ദ്വീപ സമൂഹമാണ് കേട്ടോ. കാവേരി നദിയുടെയും അതിൻ്റെ പോഷക നദിയായിട്ടുള്ള കൊള്ളിടം നദിയുടെയും ഇടയിലായിട്ട് വരുന്ന ഒരു ദ്വീപാണിത്. അതിൽ കാവേരി നദിയുടെ ഒരു ഭാഗമാണിത്. ഞങ്ങൾ പോയത് നല്ല ചൂടുള്ള സമയത്തായതുകൊണ്ട് തന്നെ നദിയിൽ കാര്യമായിട്ട് വെള്ളമൊന്നും കാണാനില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരുച്ചി മെയിൻ ടൗണിൽ ഇപ്പോൾ എത്തി. ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ കൂടിയുണ്ട് ശ്രീരംഗത്തേക്ക്. നമ്മുടെ അമ്പലത്തിൻ്റെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ ഗോപുരങ്ങൾ തന്നെയാണ്. അതിൽ ഏറ്റവും ഉയരം കൂടിയതും തെക്ക് ദർശനമായി നിൽക്കുന്നതുമാണ് ഈ കാണുന്ന രാജഗോപുരം. രാജഗോപുരത്തിന് 13 നിലകളിലായി 236 അടി ഉയരമുണ്ടത്രേ. ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള അമ്പലമായതുകൊണ്ട് തന്നെ അതിൻ്റെ പുതുക്കി പണിഞ്ഞ രൂപമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. രാജഗോപുരം കൂടാതെ ആര്യഭടൻ ഗോപുരം, കാർത്തികേ ഗോപുരം, രംഗാരംഗ ഗോപുരം, തെക്ക് 2 കട്ടൈ ഗോപുരം, വെള്ള ഗോപുരം, അങ്ങനെ 6 ഗോപുരങ്ങൾ വേറെയും ഉണ്ട്. ആ ഗോപുരങ്ങൾ വഴിയാണ് ഞങ്ങൾ പാർക്കിംഗ് ഏരിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴിയിൽ തന്നെ 2 സൈഡിലുമായിട്ട് അവിടുത്തെ ബ്രാഹ്മണർ താമസിക്കുന്ന അഗ്രഹാരങ്ങളും പിന്നെ കുഞ്ഞു കുഞ്ഞു കടകളും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കാണുമ്പോൾ പണ്ടത്തെ തമിഴ് സിനിമ കാണുന്ന ഒരു ഫീല് തന്നെയായിരുന്നു. കാർ പാർക്കിങ്ങിനായിട്ട് അങ്ങനെ പ്രത്യേക ഏരിയ ഒന്നുമില്ല. എല്ലാവരും റോഡ് സൈഡിൽ തന്നെയായിരുന്നു പാർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ കിട്ടിയ ഒരു ഗ്യാപ്പിൽ കാറും വെച്ച് ഞങ്ങൾ ഇറങ്ങി. ഇതാണ് 9 നിലകളിലായിട്ടുള്ള വെള്ളഗോപുരം. ഉയരത്തിൽ 2ാമതാണ് വെള്ളഗോപുരം. പണ്ട് ക്ഷേത്രത്തിലെ ദേവദാസിയായിരുന്ന വെള്ളയമ്മാളിൻ്റെ ഓർമ്മക്കായാണത്രേ വെള്ളഗോപുരം ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ വെള്ളഗോപുരം വഴി ഉള്ളിലേക്ക് കയറി. ഗോപുരങ്ങൾ പോലെ തന്നെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് കൽമണ്ഡപങ്ങൾ. പ്രധാനമായും 7 കൽമണ്ഡപങ്ങളാണ് ഇവിടെയുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തിരുമംഗളിയാർവാർ നിർമ്മിച്ച 1000 കാൽ മണ്ഡപം. 951 കരിങ്കൽ കാലുകൾ നിർമ്മിച്ച ശേഷം അദ്ദേഹം മരണപ്പെട്ടു പോയെങ്കിലും അദ്ദേഹത്തിന്റെ സ്വപ്ന സാക്ഷാത്കാരം എന്നോണം ഒരു വൈകുണ്ഠ ഏകാദശി ദിവസം 49 മരക്കാലുകൾ കൂടി ഇതിന്റെ കൂടെ കൂട്ടിച്ചേർത്തു. 1000 കാൽ മണ്ഡപം കൂടാതെ അർജുന മണ്ഡപം, ശേഷരായർ മണ്ഡപം, ഗരുഡ മണ്ഡപം, കിളി മണ്ഡപം, രംഗവിലാസ് മണ്ഡപം, കമ്പർ മണ്ഡപം എന്നിവയും ഉണ്ട്. അതിൽ ശേഷരായർ മണ്ഡപമാണ് ഈ കാണുന്നത്. ക്ഷേത്രത്തിന്റെ ചരിത്രത്തെ സൂചിപ്പിക്കുന്ന ഒറ്റക്കൽ പ്രതിമകളോട് കൂടിയ തൂണുകളാണ് ഇവിടുത്തെ പ്രത്യേകത. പുറമെ ചുട്ടുപൊള്ളുന്ന വെയിലാണെങ്കിലും കൽമണ്ഡപത്തിനുള്ളിൽ നല്ല തണുപ്പായിരുന്നു. അമ്പലത്തിൽ കയറിയപ്പോൾ തൊട്ട് കുഞ്ഞു കയ്യും കുപ്പി തൊഴുതുകൊണ്ടിരിക്കുകയായിരുന്നു. ഹിന്ദു ക്ഷേത്രങ്ങളിൽ തെക്ക് ദർശനമായി വരുന്ന വിഗ്രഹങ്ങൾ അങ്ങനെ കാണാറില്ല അല്ലേ. എന്നാൽ ഇവിടെ സ്വർണ്ണ പ്രണവാകാര വിമാനത്തിൽ അനന്തശായിയായി മഹാവിഷ്ണു തെക്ക് ദർശനമായാണ് കിടക്കുന്നത്. അതിനു പിന്നിൽ ഒരു കഥയുണ്ട്. രാവണ നിഗ്രഹം കഴിഞ്ഞ് അയോധ്യയിൽ വെച്ച് രാമന്റെ പട്ടാഭിഷേകം നടക്കവേ അതിഥിയായി രാവണ സഹോദരൻ വിഭീഷണനും എത്തി. പോകാൻ നേരം സമ്മാനം എന്നോണം സൂര്യവംശജർ പൂജിച്ചു പോന്ന ഓംകാര വിമാനത്തോടു കൂടിയ രംഗനാഥ പ്രതിഷ്ഠ രാമൻ വിഭീഷണന് നൽകി. തിരിച്ച് ലങ്കയിലേക്ക് മടങ്ങവേ സന്ധ്യാവന്ദനത്തിനായി കാവേരി തീരത്തിറങ്ങിയ വിഭീഷണൻ
വിഗ്രഹം താഴെ വച്ചു. എന്നാൽ സന്ധ്യാവന്ദനം കഴിഞ്ഞ് വിഗ്രഹം അവിടെ നിന്നും ഉയർത്താൻ ശ്രമിച്ച അദ്ദേഹത്തിന് അതിന് കഴിഞ്ഞില്ല. തനിക്ക് ഈ മണ്ണിൽ ശയിക്കാനാണ് ഇഷ്ടമെന്നും വിഭീഷണന്റെ ലങ്കയിലേക്ക് നോക്കിക്കൊണ്ട് തെക്ക് ദർശനമായി താൻ ശയിക്കാമെന്നും വിഷ്ണു ഭഗവാന്റെ അശരീരിയുണ്ടായത്രേ. പിന്നീട് ആ വഴി വന്ന ധർമ്മവർമ്മൻ രാജാവ് ഈ വിഗ്രഹം കാണുകയും മഹാവിഷ്ണുവിനായി അവിടെ ക്ഷേത്രം പണിയുകയുമാണ് ചെയ്തത്. കുറച്ചു ദൂരം ചെന്നപ്പോൾ തമിഴിലൊരു ബോർഡും കുറച്ച് ആൾക്കൂട്ടവും കണ്ടു. ചെന്ന് നോക്കിയപ്പോൾ പ്രസാദ വിതരണം. എന്തൊക്കെയാണ് ഐറ്റംസ് എന്ന് മനസ്സിലായില്ലെങ്കിലും ഞങ്ങളും വാങ്ങിച്ചു ഒരു പൊതി. നല്ല വിശപ്പുണ്ടായോണ്ട് അവിടെ വെച്ച് തന്നെ കഴിക്കുകയും ചെയ്തു. അതിൽ കുറച്ച് സ്വീറ്റ്സ് ഒക്കെ ആയിരുന്നു. അതിലെ മൈസൂർ പാക്ക് കുഞ്ഞുന് നല്ല ഇഷ്ടായിയും തോന്നുന്നു. അവൻ ആസ്വദിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. ഭഗവാന്റെ ദർശനത്തിനായി വലിയൊരു ക്യൂ തന്നെ ഉണ്ടായിരുന്നു. കുഞ്ഞുനെയും കൊണ്ട് ഈ വെയിലത്ത് ആ ക്യൂവിൽ നിൽക്കാൻ മടിയായതുകൊണ്ട് ഞങ്ങൾ പോയില്ല. അടുത്ത പ്രാവശ്യം ആവട്ടെ എന്ന് കരുതി. ആ സമയം കൊണ്ട് ക്ഷേത്രത്തിന്റെ മറ്റ് ഭാഗങ്ങളൊക്കെ ചുറ്റി നടന്ന് കാണാമെന്ന് വിചാരിച്ചു. ഒരു ദിവസം മുഴുവൻ ചുറ്റി നടന്ന് കണ്ടാലും തീരാത്തത്ര കാഴ്ചകൾ ഇവിടെയുണ്ട്. ഇത് ക്ഷേത്രത്തിലെ ഉത്സവ സമയത്ത് ഭഗവാനും ഭഗവതിക്കുമായി ഇവിടുത്തെ ദേശക്കാർ ഉണ്ടാക്കി സമർപ്പിക്കുന്ന ചെരുപ്പുകളാണ്. വലിയ വലിപ്പമുള്ളവയാണിവ. പിന്നീട് ഞങ്ങൾ പോയത് ദേവീ സന്നിധിയിലേക്കായിരുന്നു. വിഷ്ണു ഭഗവാനെ രംഗനാഥനായി പൂജിക്കുമ്പോൾ ദേവിയെ രംഗനായകി അമ്മനായാണ് പൂജിക്കുന്നത്. ദേവി ഇവിടെ പടിതാണ്ട പത്നി എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഭഗവാനാണ് ഇവിടെ ദേവിയെ കാണാനായി എത്തുന്നത്. വർഷത്തിലൊരിക്കൽ വൈകുണ്ഠ ഏകാദശി ദിവസം പരമപദവാസൽ അഥവാ സ്വർഗവാതിൽ എന്നറിയപ്പെടുന്ന ഈ വാതിലിലൂടെ ഭഗവാൻ ദേവിയെ കാണാൻ എത്തുമെന്നാണ് ഐതിഹ്യം. ആ ഒരു ദിവസം ഭഗവാന്റെ എഴുന്നള്ളത്ത് സമയം മാത്രമേ സ്വർഗവാതിൽ തുറക്കുകയുമുള്ളൂ. ദേവീ സന്നിധിക്കടുത്തായി 5 കുഴികളും കാൽപ്പാടുകളും കാണാം. ആ കുഴികളിൽ വിരലുകൾ അമർത്തി കാൽപ്പാടുകളിൽ പാദങ്ങൾ വച്ച് ഒരു പ്രത്യേക രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ സ്വർഗവാതിലിലൂടെ ഭഗവാന്റെ ദർശനമുണ്ടാകുമെന്ന് പറയുന്നു. അങ്ങനെയാണത്രേ ദേവി ഭഗവാനെ സേവിക്കുന്നത്. പ്രധാനമായും ഭഗവാന്റെ 7 രൂപങ്ങളാണ് ഇവിടെ പൂജിക്കുന്നത്. രംഗനാഥർ, ചക്രത്താഴ്വാർ, നരസിംഹർ, ശ്രീരാമൻ, ഹയഗ്രീവർ, ഗോപാലകൃഷ്ണൻ, ധന്വന്തരി ദേവൻ എന്നിവയാണവ. കൂടാതെ വിഭീഷണൻ, ബ്രഹ്മാവ്, ഹനുമാൻ, ഗരുഡൻ, ശംഖ്, ചക്രം എന്നിവയ്ക്കും പ്രത്യേക സന്നിധികളുണ്ട്. ഇതാണ് ക്ഷേത്രക്കുളം. ബ്രാഹ്മണരുടെ പൂണൂൽ മാറ്റൽ ചടങ്ങ് നടത്തുന്നത് ക്ഷേത്രക്കുളത്തിൽ വച്ചാണ്. ഇതിലെ ജലം ചന്ദ്രപുഷ്കരണി തീർത്ഥം എന്നറിയപ്പെടുന്നു. അതിമനോഹരമായ കൊത്തുപണികളോട് കൂടിയ മറ്റൊരു ഗോപുരമിതാ. ചെറുതും വലുതുമായി 21ഓളം ഗോപുരങ്ങൾ ഈ ക്ഷേത്രത്തിലുണ്ടത്രേ. 120 വർഷത്തോളം ഭഗവാനെ സേവിച്ച് ക്ഷേത്രത്തിൽ തന്നെ സമാധി അടഞ്ഞ രാമാനുജർക്കായുള്ള രാമാനുജ സന്നിധിയും ഇവിടെയുണ്ട്. 1000 വർഷം മുമ്പ് മരണപ്പെട്ട അദ്ദേഹത്തിന്റെ ശവശരീരം ഇപ്പോഴും കേടുകൂടാതെ ഇവിടെ സൂക്ഷിച്ചിട്ടുള്ളത് കാണാം. ഇതെന്താ അതിനിടയിൽ വല്ല കല്യാണത്തിനും പോയെന്ന് തെറ്റിദ്ധരിക്കേണ്ട. ഭക്ഷണശാലയിലേക്കുള്ള ക്യൂ ആണിത്. വലിയ തിരക്കില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ കയറാൻ പറ്റി. 2 തരം വറവ്, അച്ചാറ്, സാമ്പാർ, മോര് എന്നിവയൊക്കെ കൂട്ടി അത്യാവശ്യം തരക്കേടില്ലാത്ത സദ്യയായിരുന്നു. കുഞ്ഞു അവിടുന്ന് കഴിക്കാത്തതുകൊണ്ട് അവന് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കുറച്ച് ഫുഡ് കൊടുത്തു. പിന്നീട് ഞങ്ങൾ പോയത് ഏറ്റവും തെക്ക് ഭാഗത്തായുള്ള രാജഗോപുരം കാണാനാണ്. പോകുന്ന വഴിയിൽ തന്നെ വേറെയും ഗോപുരങ്ങൾ കാണാമായിരുന്നു. ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ ഒരു കുഞ്ഞു ടൗൺ തന്നെ ഉണ്ടായിരുന്നു. കുഞ്ഞു കുഞ്ഞു കടകളും വാഹനങ്ങളും ഹോട്ടലുകളും. രംഗനാഥ ക്ഷേത്രം ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തിൽ അത്രയേറെ പ്രാധാന്യമുള്ളതാണെന്ന് വേണം മനസ്സിലാക്കാൻ. രാജഗോപുരത്തിനടുത്തെത്തിയപ്പോൾ പറഞ്ഞറിയിക്കാനാവാത്ത ഒരു സന്തോഷം തോന്നി. ഏഷ്യയിലെ ഏറ്റവും വലിയ ഗോപുരം ദാ കൺമുന്നിൽ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നേരിട്ട് വന്ന് കാണേണ്ട ഒരു ക്ഷേത്രം തന്നെയാണിത്. സാക്ഷാൽ ഭൂലോക വൈകുണ്ഠം തന്നെ. ക്ഷേത്രത്തിനകത്ത് പലയിടങ്ങളിലും വീഡിയോഗ്രാഫി അലൗഡ് അല്ലാത്തതുകൊണ്ട് വീഡിയോയിൽ പല കാര്യങ്ങളും ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ എത്രയോ മനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഭഗവാന്റെ ദർശനത്തിനായി പിന്നീട് ഒരിക്കൽ വരാൻ കഴിയുമെന്ന ശുഭപ്രതീക്ഷയോടെ ഞങ്ങൾ മടങ്ങി.